രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധി ഗച്ഛതാത യഥാസുഖം. വനവാസത്തിന് പുറപ്പെടുന്ന ലക്ഷ്മണനോട് അമ്മയായ സുമിത്ര പറയുന്നതാണ് ഈ വാക്കുകൾ. രാമം ദശരഥം വിദ്ധി, രാമനെ ദശരഥനെ പോലെ അച്ഛനെ പോലെ അറിഞ്ഞാലും മാം വിദ്ധി ജനകാത്മജ. ഈ വരിയാണ് ഈ ശ്ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്നു. മാം വിദ്ധി ജനകാത്മജ, എന്നെപ്പോലെ അമ്മയെപ്പോലെ സീതയെ കരുതിയാലും അയോധ്യാം അടവിം വിദ്ധി, അയോധ്യയെപ്പോലെ വനത്തെ വിചാരിച്ചാലും ഗച്ഛ താത യഥാസുഖം, അങ്ങനെ പ്രിയപ്പെട്ട മകനെ വനത്തിൽ പോയാലും യഥാസുഖം സുഖത്തോടു കൂടി തന്നെ പോയാലും എന്നാണ് ഈ വരികൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്.